ഇന്ന് നിങ്ങൾ യൂറോപ്പിൽ കാണുന്ന ആശയപരവും സാങ്കേതികവുമായ പുരോഗതി സോക്രട്ടീസിന്റെ പുനർജന്മമാണ്. ഇതിനെയാണ് റിനസൻസ് എന്ന് വിളിക്കുന്നത്. സോക്രട്ടീസ് മരിച്ച് 2000 വർഷങ്ങൾക്ക് ശേഷം വന്ന് യൂറോപ്പിനെ പുനരുജ്ജീവിപ്പിച്ചു. സോക്രട്ടീസ് ഉയർത്തെഴുന്നേറ്റു. റോമക്കാർ ഗ്രീസിനെ കീഴടക്കിയിരുന്നല്ലോ. റോം എന്നാൽ ഇറ്റലിയാണ്. നവോത്ഥാനം ഇറ്റലിയിലാണ് തുടങ്ങിയത്. ഇറ്റലിയിൽ ഒരു മാന്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകധർമ്മത്തെ ഇരുണ്ട യുഗമെന്നാണ് വിളിക്കുന്നതെന്ന്. അവിടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും താൽപ്പര്യങ്ങളെയും മാത്രമാണ് തത്വശാസ്ത്രമായി കരുതിയിരുന്നത്. ദൈവശാസ്ത്രത്തെയാണ് ദർശനമായി കണക്കാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്ക് എവിടെ നിന്ന് സത്യം ലഭിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ദാർശനികരുടെ അടുത്തേക്ക് തിരികെ പോകുമെന്ന്. അങ്ങനെ അദ്ദേഹം 2000 വർഷം പിന്നോട്ട് പോകുകയും ഗ്രീക്ക് ദാർശനികരെ കണ്ടെത്തി കൊണ്ടുവരികയും ചെയ്തു. അവിടെ നിന്നാണ് വീണ്ടും റിനൈസൻസ് ആരംഭിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, മരിച്ച് 2000 വർഷങ്ങൾക്ക് ശേഷം ഗ്രീസിൽ മാത്രമല്ല യൂറോപ്പിലുടനീളം സോക്രട്ടീസ് ഉയർത്തെഴുന്നേറ്റു. സത്യത്തെ നിങ്ങൾക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും? കാരണം ഗ്രീസിലെ ദർശന പ്രക്രിയ അവസാനിച്ചപ്പോൾ എന്താണ് മരിച്ചത്? ചിന്തയാണ് മരിച്ചത്. സത്യത്തിനായുള്ള അന്വേഷണമാണ് മരിച്ചത്. നമുക്ക് അറിയണമെന്നുള്ള ആഗ്രഹം, ജിജ്ഞാസ, ചോദ്യം ചോദിക്കാനുള്ള കഴിവ് എന്നിവയാണ് മരിച്ചത്. അങ്ങനെ 2000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നവോത്ഥാനം സംഭവിക്കുന്നു. സത്യം സത്യം വീണ്ടും വീണ്ടും.